വേനൽക്കാലത്ത് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കുടിവെള്ളക്ഷാമമാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഒരിടത്ത് നിന്നും നമ്മുടെ കമൽ വിവരങ്ങളുമായി വയനാട്ടിലാണ് ചേരുന്നുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ പ്രദേശമായി മാറിയിട്ടുണ്ടോ? കമൽ നിൽക്കുന്ന ഇടം ഇതെവിടെയാണ്? വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഞാനിപ്പോഴുള്ളത് മേപ്പാടി പഞ്ചായത്തിലെ കാപ്പംകൊല്ലി എന്ന സ്ഥലത്താണ്. ഇവിടെ രാവിലെ പഞ്ചായത്തിന്റെ കുടിവെള്ള വലിയ ടാങ്കിൽ, ലോറിയിൽ ടാങ്കിൽ കൊണ്ടുവന്ന് കുടിവെള്ളം വിതരണം ചെയ്യുകയാണ്. കാപ്പംകൊല്ലി ലക്ഷം വീട് കോളനിയിലേക്കുള്ള കുടിവെള്ളമാണിത്. എന്താ വെള്ളത്തിന്റെ ഒരു സ്ഥിതി? വലിയ ക്ഷാമാണോ? വലിയ ക്ഷാമം. ഞങ്ങൾക്ക് 4 മാസമായി വെള്ളമില്ലാത്തത്. അപ്പോൾ വെള്ളത്തിന് ഞങ്ങൾ താഴെയൊക്കെ കിണറ്റ് പോയിട്ടാണ് വെള്ളം എടുത്തിരുന്നത്. ഇപ്പം ആൾക്കാർക്കും വയ്യാത്ത ആൾക്കാരാണ്. ഇപ്പം പിന്നെ ഇവിടെ ഒരു കുഴൽക്കിണറുണ്ട്, സാധാരണ കുഴിക്കിണറുണ്ട്. അതിന് കുഴിക്കിണറത്തെ വെള്ളം കുടിക്കാൻ പറ്റൂല. പിന്നെ കുഴൽക്കിണറിൽ അടിച്ചാൽ 3000 ലിറ്റർ കിട്ടൂല, 1000 ലിറ്റർ കിട്ടുള്ളൂ. 10 വീട്ടിലേക്ക് അങ്ങോട്ടും 10 വീട്ടിലേക്ക് ഇങ്ങോട്ടും അടിക്കുന്നത്. അത് കിട്ടിയെങ്കിൽ 4-5 ബക്കറ്റ് വെള്ളം കിട്ടും. അത്രേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഈ വെള്ളം ഒന്നരാടം വരും. അത് ഞങ്ങൾ ഇതിങ്ങനെ ഓരോ ദിവസം ഇടവിട്ടിട്ടാണോ ഇത് വരുന്നത്? ആ, ഓരോ ദിവസം അത് ഓരോ വില പണ്ട് കാര്യമില്ല. ഓരോ പല വൈക്കും പോകുമല്ലേ, അവന് ഓരോ സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ക്ഷാമം വെള്ളത്തിന് തീരും. പിന്നെ കുടിവെള്ളം ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ താഴ്ന്നൊക്കെ പോയിട്ട് എടുക്കും. ഇത് മേപ്പാടി പഞ്ചായത്തിന് വേണ്ടിയിട്ടാണോ വിതരണം? മേപ്പാടി പഞ്ചായത്തിന് വേണ്ടിയിട്ട്. എത്ര സ്ഥലത്തുണ്ട്? പഞ്ചായത്ത് മുഴുവൻ എത്തുമോ? ഇല്ല, 4 വാർഡുണ്ട്. ഇന്ന് 4 വാർഡ് കൊടുക്കാണ്ട്. ഒരു ദിവസം ഓരോ ദിവസം ഓരോ സ്ഥലത്താ? ഇന്നലെ രാത്രി 9 മണിക്കാണ് നിർത്തുന്നത്. പഞ്ചായത്ത് വലിയ ക്ഷാമല്ലേ പഞ്ചായത്തിൽ? അതിന് കൽപ്പന വെള്ളം കിട്ടാനും അവിടെ കറണ്ട് പോണ ഒരു വിഷയം കൂടി ഉണ്ട്. നിങ്ങൾ എവിടുന്ന എടുക്കുന്നത്? കൽപ്പന വാട്ടർ അതോറിറ്റിന്റെ വളരെ ശുദ്ധമായ വെള്ളമാണ്. അത് 100%. വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. എന്താ അവിടുത്തെ സ്ഥിതി? വീട്ടിൽ തീരെ വെള്ളമില്ലാത്ത അവസ്ഥയാണോ? വെള്ളമില്ലാത്ത അവസ്ഥയാണ്. തീരെ വെള്ളമില്ല. നമ്മൾ പിന്നെ ഇവിടുന്ന് ലേശം വെള്ളം ചോദിക്കും, അവര് കുറച്ച് വെള്ളം തരും. അങ്ങനെ ഇത് ഇപ്പം എനിക്ക് മറ്റന്നാളെ വരുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഇതിപ്പോ കുടിവെള്ളമാണല്ലോ, കുളിക്കാനും അലക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെയോ? മറ്റാവശ്യങ്ങൾക്ക് ഞങ്ങൾ തോട്ടിലും അവിടെ ഇവിടെ എല്ലാം പോകുന്നുണ്ട്. പുഴവെള്ളവും പറ്റിയില്ലേ, അതോട്ട്. മോത്തി, അതാണ് പുഴവെള്ളം. പുഴ അടക്കം വറ്റി അലക്കാനും കുളിക്കാനും ഒക്കെ പുഴയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. പുഴ വറ്റി കുടിവെള്ളത്തിന് വലിയ ക്ഷാമമാണ്. ഇപ്പോൾ മേപ്പാടി പഞ്ചായത്തിന്റെ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് ഇവർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുകയാണ്. പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തും എത്തണം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇടവിട്ടാണ് ഇവർക്കൊക്കെ വെള്ളം കിട്ടുക. ഇനിയിപ്പോൾ ചെമ്പ്ര മലയുടെ താഴ്വരയിലേക്കാണ് ഇവർ പോകുന്നത് ഈ കുടിവെള്ള വിതരണവുമായി. മേപ്പാടി എന്നൊക്കെ പറയുന്നത് ഒരുപാട് മലകളും കാടും ഒക്കെയുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ പാത്രവുമായി ക്യൂ നിൽക്കേണ്ടി വരുന്നത്. വയനാട്ടിലെ ഏറ്റവും വനവും മലകളുമുള്ള ഒരു പ്രദേശത്താണ് എന്നുള്ളതും കൂടി ഓർക്കണം മോത്തി. തീർച്ചയായിട്ടും വയനാട് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള ഇടങ്ങളിൽ എന്താവും സ്ഥിതി എന്ന് ആലോചിച്ചു പോകുന്നു കമൽ. ഇവരിനി ഈ വെള്ളമൊക്കെ ചുമന്ന് ഈ മലയ്ക്ക് മുകളിലേക്ക് കൊണ്ടെത്തിക്കണ്ടേ ഈ വീട്ടമ്മമാർ? ഇത് ഇപ്പോൾ ഇവരുടെ ഉന്നതിയിലേക്കുള്ള വഴിയാണ് നമ്മൾ കാണുന്നത്. മുകളിലാണ് ഇവരുടെ വീടുകൾ. ഈ റോഡ് സൈഡിലാണ് ഈ വെള്ളം സംഭരിക്കുന്നത്. അവിടെ നിന്ന് ഇനി ഇവരുടെ വീടുകളിലേക്ക് ഈ സ്ത്രീകൾ തന്നെ ഈ വെള്ളവും ഏറ്റി പോകണം. ഇത്രയും വെള്ളം വീട്ടിൽ കിട്ടാവുന്ന പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ചുമന്ന് മുകളിലേക്ക് കയറി പോകണം. കൂടുതൽ ആളുകൾ വെള്ളം എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ലക്ഷം വീട് ഉന്നതിയാണ്. റോഡ് സൈഡിൽ കോഴിക്കോട് ഊട്ടി റോഡ് അരികിലാണ് മേപ്പാടി കാപ്പംകൊല്ലിയിൽ. അവിടെയാണ് ഈ ഉന്നതിയുള്ളത്. അതാ വെള്ളവുമായി പോകുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ വീട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. ആണുങ്ങളൊക്കെ ഒരുപക്ഷെ ജോലിക്ക് വരികയായിരുന്നു. ഈ കായിക ശേഷി കൂടുതലുള്ള പുരുഷന്മാരൊന്നും ഈ ഒരു സഹായം ചെയ്യാൻ അവിടെ ഇല്ലേ? ചിലപ്പോൾ പണിക്ക് പോയതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു കമൽ. അതുതന്നെയാണ് മോത്തി. അവരൊക്കെ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടാകും. 9 മണി കഴിഞ്ഞല്ലോ സമയം. അപ്പോൾ സ്ത്രീകളാണ് കൂടുതലും വീട്ടിലുള്ളത്. അവർ തന്നെയാണ് വെള്ളം ചുമന്ന് എത്തിക്കുന്നതൊക്കെ. എന്തായാലും ഇവിടെയുള്ള പാത്രങ്ങളിലൊക്കെ ഇവർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും ചെമ്പ്രമലയുടെ താഴ്വരയിലേക്കായിരുന്നു ആദ്യം പോകേണ്ടത്. അപ്പോൾ ഇവിടെ അത്രയും ക്ഷാമമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. വെള്ളം എടുക്കാനും എവിടെ നിന്നെങ്കിലും വെള്ളം എടുത്ത് വിതരണം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ശുദ്ധമായ ജലമാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് തന്നെ കൽപ്പറ്റയിലെ വാട്ടർ അതോറിറ്റി ടാങ്കിന് അവിടെ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഇന്നലെ ഒരു വണ്ടി എന്തോ ബ്രേക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വണ്ടിയേ ഉള്ളൂ, പരമാവധി സ്ഥലത്ത് എത്തിക്കണം എന്നൊക്കെയുള്ള ആശങ്ക പഞ്ചായത്ത് പ്രസിഡന്റും പങ്കുവെക്കുന്നുണ്ടായിരുന്നു മോദി.
ശരി കമൽ, ആ മേഖലകളിൽ വയനാട്ടിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള ഇടങ്ങളിൽ എന്താവും സ്ഥിതി എന്ന് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്ന മേപ്പാടിയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ.